ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ. അൺലിമിറ്റഡ് ഇൻകം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 6 മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ അൺലിമിറ്റഡ് ഇൻകം കിട്ടാവുന്ന ഒരു വലിയ പ്രൊജക്റ്റ്. നമ്മൾ പറയാറുണ്ട് ഇൻകം ജനറേറ്റിംഗ് അസറ്റ്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീട് ഒരിക്കലും അതൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് അല്ല. പക്ഷെ ഇതോ എന്നും നമുക്ക് വരുമാനം നേടിത്തരുന്ന ഒരു അസറ്റാണിത്. നമ്മൾ പലപ്പോഴും നമ്മുടെ സാൻഡൽവുഡ് പ്രൊജക്റ്റ് പറയുമ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു 15 കൊല്ലം കാത്തിരിക്കേണ്ടേ? ഇനി അത് പറയാൻ പറ്റുമോ? വേണ്ട, 15 കൊല്ലം കാത്തിരിക്കേണ്ട. ദാ ഇത് മേടിച്ചോ. അയ്യോ അതിന് 60 ലക്ഷം വേണ്ടേ? വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് 12 ലക്ഷം രൂപ കൊടുത്ത് 5 സെന്റ് ഭൂമി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ കോട്ടേജ് വാങ്ങാം. ഇതല്ലേ ഈ പ്രൊജക്ടിന്റെ സവിശേഷത? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് 12 ലക്ഷം രൂപ കൊടുത്ത് 15 കൊല്ലം കാത്തിരിക്കാൻ വേണ്ട. ഇവിടെ അതിനേക്കാൾ നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷമാണോ 2 ലക്ഷമാണോ? അപ്പോൾ നമ്മൾ ഈ 60 വരുന്ന കോട്ടേജിനെ 60 ഭാഗങ്ങളാക്കി തിരിച്ചു. എത്ര വേണം നിങ്ങൾക്ക്? നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷമാണോ? 5 ഷെയർ എടുത്തോ. 10 ആണോ? 10 എടുത്തോളൂ. മുഴുവൻ വേണോ? മുഴുവൻ എടുത്തോ. അപ്പോൾ അതിൽ ലഭിക്കുന്ന ഫെസിലിറ്റീസ് അല്ലെ, ഇത് ചന്ദനം എന്ന് പറയുന്നത് പണം കായ്ക്കുന്ന മരമാണെങ്കിൽ ഇതിനെന്ത് പറഞ്ഞു വിളിക്കും? ചോദ്യം മനസ്സിലായോ? സാൻഡൽവുഡ് ട്രീ എന്ന് പറയുന്നത് പണം കായ്ക്കുന്ന മരം ഇവിടെ ഉള്ളപ്പോ ഇതേ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഇതിനെന്ത് വിളിക്കും നമ്മൾ? പണം കായ്ക്കുന്ന വീടെന്നോ പറഞ്ഞില്ല സാർ? സ്വപ്ന സാക്ഷാത്കരണ വീട്. നമ്മളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അല്ലെ ഒരു ഭവനമായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഫെസിലിറ്റീസ് ഒരു മാസ്റ്റർ ബെഡ്റൂം, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ. ഈ ഫോട്ടോസ് ഒന്നും ഇതേപോലെ അല്ലട്ടോ, ചേഞ്ചസ് വരും. ഇത് തന്നെയാണെന്ന് പറഞ്ഞ് തല്ലുപിടിക്കാൻ നിൽക്കരുത്. ഇതിപ്പോ പെട്ടെന്ന് വരച്ചെടുത്തതാണ്. ഓക്കെ, നെക്സ്റ്റ് പൂൾ ഏരിയ. ദ നെക്സ്റ്റ് ട്രീ ഹൗസ്, then campfire, spa and aromatherapy, പാർട്ടി ഹാൾ. ഇതിന്റെ പ്രത്യേകത ഇത് ഭൂമിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. ഇപ്പൊ കാണുന്ന വിൻഡോസ് ഒന്നും ഇതിനുണ്ടാവില്ല. ഭൂമിക്ക് അടിയിലുള്ള നമ്മുടെ പാർട്ടി ഹാൾ. ദെൻ മിനി സൂ. പിന്നെ ഇത് രാവിലത്തെ ചന്ദനമരങ്ങൾക്കിടയിൽ നിൽക്കുന്ന നമ്മുടെ കോട്ടേജ് ആണ്. മോർണിംഗ് വൈബ്സ് അല്ലെ. ദെൻ നൈറ്റ് വ്യൂ. ഈ നൈറ്റ് വ്യൂ കാണുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇതൊരു വളരെ ഒരു പോസിറ്റീവ് എനർജി. ചന്ദനമരങ്ങൾക്കിടയിൽ അല്ലെ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ പറഞ്ഞ് അത് റിയാലിറ്റിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത 15 കൊല്ലം കൊണ്ട് ലഭിക്കുന്ന ആ ലോങ് ടൈം ഇൻകവും അതോടൊപ്പം തന്നെ മന്ത്ലി ലഭിക്കുന്ന ഷോർട്ട് ടൈം ഇൻകം, ഇത് രണ്ടും കൂടെ ഒരേപോലെ. എന്നാലോ 60 ലക്ഷം ഒരുമിച്ച് വേണ്ട. ഇവിടെ നിങ്ങൾ ചാർട്ട് കാണുന്നുണ്ടാവും. 60 ലക്ഷം രൂപ ഒറ്റയ്ക്ക് വാങ്ങി ഇത് വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 ദിവസം മാത്രം ഇത് പോയിട്ടുള്ളെങ്കിൽ പോലും 1 ലക്ഷം രൂപയാണ് അവിടുത്തെ ഇൻകം. ഇതിൽ നിന്ന് സർവീസ് ചാർജ് കഴിച്ച് ബാക്കി തുക മുഴുവനായിട്ടും കസ്റ്റമർ അക്കൗണ്ടിലേക്ക്. 10 ദിവസമാണെങ്കിൽ 2 ലക്ഷം രൂപ. സെയിം 15 ലക്ഷമാണെങ്കിൽ 3 ലക്ഷം രൂപ. 20 ദിവസമാണെങ്കിലോ 4 ലക്ഷം രൂപ. 25 ദിവസമാണെങ്കിൽ 5 ലക്ഷം രൂപ. മാസം മുഴുവനും പോകുമ്പോൾ 30 ദിവസം 20,000 രൂപ വെച്ച് 6 ലക്ഷം രൂപയിൽ നിന്നും സർവീസ് ചാർജ് കഴിച്ച് ബാക്കി മുഴുവൻ തുകയും കസ്റ്റമർ അക്കൗണ്ടിലേക്ക്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ 60 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഒരാളെ സംബന്ധിച്ച് 30 ദിവസം ഒരു വർഷം പോയി കഴിഞ്ഞാൽ ആള് ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ തുകയും തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. 10 മാസം കൊണ്ട് 60 ലക്ഷം രൂപ, 2 മാസം സർവീസ് ചാർജ് പോട്ടെ അല്ലേ. അപ്പോൾ പോലും ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ തുകയും തിരിച്ചു കിട്ടി. അവിടെ കോട്ടേജ് ഉണ്ട്, അവിടെ സാൻഡൽവുഡ് ട്രീസ് ഉണ്ട്, പിന്നെ മാസാമാസം ലഭിക്കുന്ന ഇൻകം ഉണ്ട്. അപ്പൊ കമ്പനി ഇത് എത്രയും കൂടുതൽ വിറ്റഴിക്കാൻ പറ്റുന്നോ അതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യണത്.
പക്ഷേ ഇവിടെയാണ് നമ്മൾ ടിസ്റ്റ് കൊണ്ടുവന്നത് അല്ലെ. 60 ലക്ഷം രൂപ ഇല്ലെങ്കിലോ? അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷമാണോ, 2 ലക്ഷമാണോ, 3 ലക്ഷമാണോ? അപ്പൊ എന്ത് ചെയ്തു? അത് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ 1 ലക്ഷം രൂപയുള്ള വ്യക്തിക്കാണെങ്കിൽ ഈ പറഞ്ഞ പ്രകാരം 5 ദിവസം പോയാൽ പോലും പെർ മന്ത് 1666 രൂപ. 30 ഡേയ്സ് വാടകയ്ക്ക് പോകുമ്പോൾ 10,000 രൂപ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 1 കൊല്ലം കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം രൂപ റിട്ടേൺ കിട്ടി. ബാക്കി മൊത്തം ലാഭം. ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ആ ലാഭത്തിലേക്ക് ആ സർവീസ് ചാർജ് ഒഴികെ ബാക്കി എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുകയാണ്. അതേസമയം 2 lakhs ആണെങ്കിലോ 5 ദിവസം റെന്റിന് പോയാൽ പോലും 3,332 രൂപ. 30 ദിവസം പോയി കഴിഞ്ഞാൽ 20,000. 10 മാസം കൊണ്ട് 2 ലക്ഷം രൂപ കിട്ടി. 2 മാസം സർവീസ് ചാർജ് പോയിക്കോട്ടെ. അപ്പോഴെന്തായി? 1 കൊല്ലം കൊണ്ട് ആ 2 ലക്ഷം രൂപ പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ഈ സെയിം തന്നെ 3 ലക്ഷം രൂപയാണെങ്കിലോ അവിടെ 40,000 രൂപയാണ് പെർ മന്ത്. ഓക്കെ, അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ, ഒരു വർഷം കൊണ്ട് തന്നെ 4 ലക്ഷം രൂപ എമൗണ്ട് മാറി അല്ലെ. 10 മാസം കൊണ്ട് 4 ലക്ഷം രൂപ റിട്ടേൺ വരണത്. ഇവിടെ ഇത്തരത്തിലുള്ള ഇന്നൊരു പ്രൊജക്റ്റ്, ഇത്തരത്തിൽ ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊജക്റ്റും ഇന്ന് മറ്റാരുടെയും കയ്യിലില്ല. ഇതിപ്പോ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ കയ്യിൽ മാത്രം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല കേട്ടോ. ഇത് വേഗം വിറ്റഴിച്ചില്ലെങ്കിൽ കുഴപ്പം, ഇത് ഈ ഒരു 90 കോട്ടേജ് പെട്ടെന്ന് ചൂടപ്പം പോലെ വിറ്റഴിക്കുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ കയ്യൂക്കുള്ളവൻ, സാമർഥ്യമുള്ളവൻ, അവരത് കൊണ്ടുപോകും. തുടങ്ങാണ് കോമ്പറ്റീഷൻ. ക്യൂബേഴ്സ് ഇന്നലെ 80 എണ്ണം വേണം നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല, അത് ചെയ്ത് കാണിക്കലാണ്. എനിക്ക് തോന്നുന്നു ജോഷി ചേട്ടൻ വളരെ ആക്റ്റീവായിട്ട് ഇന്നലെ 50 എണ്ണം വേണമെന്നത് പറഞ്ഞു തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ പറച്ചിലല്ല കാര്യം, കാരണം നടത്തിയെടുക്കാം. ഇന്നലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ജോഷി ദേവസ്യാണ് കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ. ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറയൽ മാത്രമല്ല, എത്രയും പെട്ടെന്ന് എത്തിയിട്ടില്ലെങ്കിൽ ഞാനും ജസ്പീഡിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കാതെ, ഞാനും ഉണ്ടായിരുന്നു എന്നല്ല, നമ്മൾ അവസരം കിട്ടുമ്പോൾ എവിടെയാണ് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടുന്നത് ആ ഗ്യാപ്പിൽ കയറിയടിക്കണം. ഇതെന്നും പറയണ പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നോ. ഇവിടെ ഈ അവസരം, കാരണം അടുത്തൊരു പ്രൊജക്റ്റ് വരണമെങ്കിൽ ഒരു പക്ഷേ സമയം എടുക്കാം. കാരണം മറ്റുള്ള സാൻഡൽവുഡ് പ്ലാന്റേഷൻ പോലെ കോട്ടേജ് പണിതിടാൻ പറ്റില്ല. കാരണം റെന്റിന് എല്ലാം കൊടുക്കാൻ മൂവ്മെന്റ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറെ കോട്ടേജ് പണിതിട്ട് കാര്യമില്ലല്ലോ, അത് വാടകയ്ക്ക് കൊടുത്ത് സെറ്റ് ആവണ്ടേ അല്ല, അതിന് ആളുകൾ വരണ്ടേ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോട്ടേജ് ഇത് നമ്മുടെ LLP ഏകദേശം